ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഒരു പരിഹാസ്യ ഏടായി മാറിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു രാഷ്ട്രീയ സാഹചര്യം കലാകൗമുദി ഡൽഹി ബ്യൂറോ ചീഫ് കെ.പി. രാജീവൻ വിലയിരുത്തുന്നു. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ്റെ തെരഞ്ഞെടുപ്പ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു പരിഹാസ്യമായ ഏടായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിലവിലുള്ള ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുടെ കാലാവധി 2.5 വർഷം മുമ്പ് 2023 ജനുവരിയിൽ അവസാനിച്ചതാണ്. എന്നാൽ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്ത് ബി.ജെ.പി. നേതൃത്വം നദ്ദയുടെ കാലാവധി 2024 ജൂൺ വരെ നീട്ടിക്കൊടുക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഷ്ടിച്ച് NDA സഖ്യം അധികാരത്തിൽ തിരിച്ചെത്തിയതിനു ശേഷം ബി.ജെ.പിയുടെ സംഘടനാ തെരഞ്ഞെടുപ്പ് ബൂത്ത് തലം മുതൽ ആരംഭിക്കുമെന്നായിരുന്നു പാർട്ടി നേതൃത്വം വ്യക്തമാക്കിയത്. ഇതിനെ തുടർന്ന് 2024 ജൂണിന് ശേഷം പാർട്ടി സംഘടനാ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുകയും ചെയ്തു. എന്നാൽ 2024 ജൂണിൽ ആരംഭിച്ച സംഘടനാ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഏതാണ്ട് 1 കൊല്ലവും 3 മാസവും പിന്നിടുമ്പോൾ രാജ്യത്തെ ഏതാണ്ട് എല്ലാ ജില്ലാ അധ്യക്ഷന്മാരെയും സംസ്ഥാന അധ്യക്ഷന്മാരെയും പാർട്ടി തെരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടും പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത ഒരു വല്ലാത്ത പ്രതിസന്ധിയിലാണ് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയുടെ ദേശീയ നേതൃത്വം ചെന്നെത്തി നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ദേശീയ അധ്യക്ഷനെ ബി.ജെ.പിക്ക് പ്രഖ്യാപിക്കാൻ കഴിയാത്തതെന്ന് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും താഴെ തട്ടിൽ അടക്കമുള്ള പ്രവർത്തകന്മാർ നിരന്തരം ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ പ്രതിസന്ധിക്ക് കാരണമെന്ന് നമുക്ക് പരിശോധിക്കാം. പറഞ്ഞു കേൾക്കുന്നത് ദേശീയ അധ്യക്ഷനെ തെരഞ്ഞെടുക്കുന്നത് സംബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടങ്ങുന്ന ബി.ജെ.പിയുടെ നിലവിലെ നേതൃത്വം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ നേതൃത്വവുമായി ഒരു സമന്വയത്തിൽ എത്തിച്ചേരാൻ കഴിയാത്തതാണ് ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ കഴിയാത്തതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. പാർട്ടിയുടെ ദേശീയ അധ്യക്ഷൻ ആരായിരിക്കണം എന്ന കാര്യത്തിൽ ബി.ജെ.പി. അധ്യക്ഷൻ നിയമനവുമായി ബന്ധപ്പെട്ട് ബി.ജെ.പി. ദേശീയ നേതൃത്വം രാഷ്ട്രീയ സ്വയംസേവക സംഘം നേതൃത്വത്തിന്റെ അഭിപ്രായം തേടാറുണ്ട്. ഈ ഒരു വിഷയത്തിൽ സംഘ നേതൃത്വവും പ്രധാനമന്ത്രി അടങ്ങുന്ന ബി.ജെ.പി. നേതൃത്വവും തമ്മിൽ ഒരു സമന്വയത്തിലെത്താൻ കഴിഞ്ഞില്ലെന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. സംഘ നേതൃത്വം മധ്യപ്രദേശിന്റെ മുൻ മുഖ്യമന്ത്രിയും നിലവിൽ കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രിയുമായിട്ടുള്ള പ്രമുഖ OBC നേതാവായ ശിവരാജ് സിംഗ് ചൗഹാന്റെ പേരാണ് പറഞ്ഞതെന്നും എന്നാൽ ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിക്കടക്കം യോജിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നുമാണ് പാർട്ടിയുടെ അകത്തളങ്ങളിൽ പറഞ്ഞു കേൾക്കുന്ന വിശദീകരണം. ബി.ജെ.പി. നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത് സംഘടനാ രംഗത്തെ പ്രഗത്ഭനും പാർട്ടിയുടെ നിലവിലെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും പ്രമുഖ OBC നേതാവുമായ ധർമ്മേന്ദ്ര പ്രധാൻ, അതുപോലെ ബി.ജെ.പിയുടെ മുൻ ഹരിയാന മുഖ്യമന്ത്രിയായിട്ടുള്ള മനോഹർ ലാൽ ഖട്ടർ തുടങ്ങിയ നേതാക്കളുടെ പേരാണ്
BJP കേന്ദ്ര നേതൃത്വം, അതായത് പ്രധാനമന്ത്രിയും അമിത്ഷായും അടങ്ങുന്ന ദേശീയ നേതൃത്വം മുന്നോട്ട് വെച്ചിട്ടുള്ളതെന്നാണ് അറിയുന്നത്. ഇക്കാര്യത്തിലുള്ള ഭിന്നതയാണ് BJPക്ക് ദേശീയ അധ്യക്ഷനെ പ്രഖ്യാപിക്കാൻ കഴിയാത്തതെന്നത് ഒരു കേഡർ പാർട്ടി എന്ന നിലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് വലിയ നാണക്കേടുണ്ടാക്കുന്ന സ്ഥിതിയിലേക്ക് പാർട്ടിയെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്. സമന്വയം എന്നുള്ള നിലയിൽ ഒരുപാട് ദേശീയ നേതാക്കളുടെ പേര് പറഞ്ഞു കേൾക്കുന്നു. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുതൽ പാർട്ടിയുടെ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായിട്ടുള്ള പാർട്ടിയുടെ സമുന്നത നേതാവുമായിട്ടുള്ള ദേവേന്ദ്ര ഫട്നാവിസ് അടക്കമുള്ളവരുടെ പേരുകൾ ഇരുപക്ഷത്തു നിന്നും ഉയർന്നു വന്നതായും പാർട്ടിക്കുള്ളിൽ സംസാരമുണ്ട്. എന്തായാലും ശരി, BJPയെ സംബന്ധിച്ചിടത്തോളം തുടർച്ചയായി 3-ാം തവണയും കേന്ദ്ര ഭരണത്തിന് നേതൃത്വം നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ ഒരു കേഡർ പാർട്ടി എന്നുള്ള നിലയിൽ പാർട്ടിക്ക് നിലവിലുള്ള അധ്യക്ഷന്റെ കാലാവധി പൂർത്തിയായി 2.5 വർഷത്തിലേറെ കഴിഞ്ഞിട്ടും പാർട്ടിക്ക് ദേശീയ അധ്യക്ഷനെ കണ്ടെത്താൻ കഴിയാത്തത് പാർട്ടി പ്രവർത്തകരിലും അനുഭാവികളിലും വലിയ നിരാശയും എതിർ പാർട്ടിക്കാരുടെ ഇടയിൽ ഏറെ പരിഹാസ്യമായ ഒരേടായും മാറിയിരിക്കുകയാണ്.